A lot of time and effort goes into preparing for these performances, so we really appreciate everyone who came up and shared their talents with us. Before we move on to give the final vote of thanks, we now invite Jacob Omatanoko to the stage. Wow! What a performance! എല്ലാവരും എൻജോയ് ചെയ്തല്ലോ അല്ലേ? നമ്മളിന്ന് നടത്തിയ ഈ പ്രോഗ്രാം നടത്തിയ സ്ഥലത്തിന്റെ പേര് സനാതന മന്ദിർ എന്നാണ്. ഇത് മിക്കവാറും ഇതൊന്ന് അഴിച്ചു പണിയേണ്ടി വരും ഇവിടുത്തെ ഇന്നത്തെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ. എല്ലാവർക്കും സന്തോഷപ്രദമായ ഒരു ഓണം ആശംസിക്കുന്നു. വോട്ട് ഓഫ് താങ്ക്സ് പറയാനാണ് എൻ്റെ കർത്തവ്യം. ഞാൻ വോട്ട് ഓഫ് താങ്ക്സ് പറയുമ്പോൾ ഒരു നീണ്ട ലിസ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഏതാണ്ട് 10 മണി കഴിഞ്ഞ സമയത്ത് നമ്മളിവിടെ ഹോള് ഒഴിഞ്ഞു കൊടുക്കേണ്ട സമയമാണ്. ഇറ്റ്സ് വെരി ഗുഡ്, താങ്ക് യു. ഈ ഹോൾ ഒഴിഞ്ഞു കൊടുക്കേണ്ട സമയമായി. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്നിരിക്കലും ചില കാര്യങ്ങൾ എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, പറഞ്ഞല്ലേ പറ്റും. ഓണം എന്നത് നമ്മുടെയൊക്കെയും ഒരു എല്ലാ വർഷവും നമ്മളിവിടെ ഒരു നൊസ്റ്റാൾജിക്കായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് അല്ലേ? ഇവിടെയുള്ള മലയാളികൾ എല്ലാവരും കേരള തനിമയിൽ അണിഞ്ഞൊരുങ്ങി കേരള തനിമയിൽ കേരളത്തിൻ്റെ രീതിയിൽ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി അത് കഴിച്ച് ആസ്വദിച്ച് നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കലാപരിപാടികളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന ഒരു പ്രതീതി നമുക്കുണ്ടായി. ഇന്ന് വളരെ വർഷങ്ങൾ ഫോർട്ട് മെമ്പറിൽ ജീവിച്ച ഒരാളാണ് ഞാൻ. 29 വർഷത്തോളം. വളരെ വ്യത്യസ്തമായ ഒരു ഓണ ആഘോഷമാണ് നമ്മളെല്ലാവരും പങ്കെടുത്തത്. ആദ്യമായിട്ട് ഓണസദ്യയെക്കുറിച്ച് തന്നെ ഞാൻ പറയാം. ഞാൻ ആ ഓണസദ്യയുടെ ഫുഡ് കമ്മിറ്റിയിൽ ഒരു മെമ്പർ ആയതുകൊണ്ട് ഞാൻ പറയുകയല്ല. പക്ഷേ എന്നിരിക്കലും വളരെ 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 അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന ഒരു പ്രയത്നമാണ് ഈ ഫുഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ടായത്. ഫുഡ് കമ്മിറ്റി മാത്രമല്ല, അതിനെ സഹായിച്ച ഒരുപാട് അംഗങ്ങളുണ്ട്. അതിന് നേതൃത്വം കൊടുത്ത ഷൈജനും ജൂലിയും മഞ്ജു. ഞാൻ വാട്സാപ്പിലാണ് ഞങ്ങളുടെ ഫുഡ് കമ്മിറ്റിയിൽ മെസ്സേജസ് ഒക്കെ വരാറുള്ളത്. പലരും ഞാൻ തംസൊക്കെ കൊടുക്കും. എനിക്ക് ഫുഡിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്തതുകൊണ്ട് അഭിപ്രായങ്ങളൊന്നും ഞാൻ പറയാറില്ല. പക്ഷേ മഞ്ജുവിന്റെ വോയിസ് മെസ്സേജും ജൂലിയുടെ റിയാക്ഷൻസും ഒക്കെ വളരെ 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 എൻകറേജിങ് ആണ്. നമുക്കറിയാതെ തന്നെ നമ്മളെ അതിനകത്തൊക്കെ അങ്ങ് ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകും. അപ്പൊ അതിന് പ്രത്യേകമായിട്ട് ഞാൻ ജൂലിയെയും മഞ്ജുവിനെയും അഭിനന്ദിക്കുകയാണ്. എല്ലാവരും ഒരു കൈയ്യടി കൊടുക്കണം. ഹലോ മിസ്റ്റർ ഷൈജൻ പീറ്റർ, ഞങ്ങളുടെ ഫുഡ് കമ്മിറ്റിയുടെ ലീഡറാണ് ഷൈജൻ പീറ്റർ. അതിന് നേതൃത്വം കൊടുത്ത ഷൈജൻ പീറ്ററിനോടുള്ള നന്ദി അറിയിക്കുകയാണ് കേട്ടോ, ഷൈജൻ പീറ്റർ. പിന്നെ അതിൽ ഞങ്ങൾ പരിശ്രമിക്കാനായിട്ട് കുറെ അംഗങ്ങളുണ്ട്. എല്ലാവരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല. എല്ലാവരോടുമുള്ള അസോസിയേഷന്റെ പേരിലുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ ഓണസദ്യ ഇത്രയും വിജയകരമാക്കി നമ്മുടെ ഒരു ഓണക്കാലത്തേക്ക് കൊണ്ടുപോയ ആ ഓണസദ്യ ഒരുക്കിയ എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കട്ടെ അസോസിയേഷന്റെ പേരിൽ. പിന്നെ കലാപരിപാടികൾ അവതരിപ്പിച്ചതിനെ കുറിച്ചാണ് എനിക്ക് പറയേണ്ടത്. നമ്മൾ സ്റ്റേജിൽ തുടങ്ങിയ സമയത്ത് ഒരു കൊച്ചു കുട്ടികളുടെ തിരുവാതിര കൊണ്ടാണ് തുടങ്ങിയത്. തിരുവാതിര എന്ന് പറഞ്ഞ ഒരു ഓണക്കാലമാണ്. ആ കൊച്ചു കുട്ടികൾ എന്ന് പറയുന്നത് ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ഡാൻസിന്റെ സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ കേട്ടാൽ അത് അവതരിപ്പിക്കാൻ പ്രായമുണ്ടെന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള പിള്ളേരല്ല. അതിൽ ചെറിയ പ്രായമുള്ള കുട്ടികൾ വളരെ മനോഹരമായ ഒരു തിരുവാതിര അവതരിപ്പിച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം ഇവിടെ. എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി ആ പ്രോഗ്രാം കണ്ടപ്പോൾ. കുറെ കഴിഞ്ഞ് 1, 2, 3, 4 നീനും നൈനും ഒക്കെ ഒരുപാട് പ്രോഗ്രാം. ഞാൻ വിചാരിച്ചു കൊച്ചുപിള്ളേരുടെ പ്രോഗ്രാമേ ഉള്ളൂ ഇവിടെ. അങ്ങനെ ഇരിക്കുമ്പോഴേ വരുന്നു അതിനേക്കാൾ നേരെയുള്ള കുറെ പ്രോഗ്രാം വരുന്നു, കുറെ ഡാൻസ്. യങ് ഓഡിയൻസിന് യങ്ങായിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചു. അത് കഴിഞ്ഞ് അങ്ങനെ കുറെ കഴിഞ്ഞ് വനിതകളുടെ ഒരു പ്രോഗ്രാം വന്നു. ഓക്കെ, ഇതായിരിക്കും ഏറ്റവും വലുതെന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് അതാ വരുന്നു. ഈ സ്റ്റേജിനെ ഇളക്കി മറിച്ചുകൊണ്ട് ജോണിയുടെ ഒരു സോണിയുടെ ഒരു പ്രോഗ്രാം. വാവ്, ദാറ്റ് വാസ് വണ്ടർഫുൾ പെർഫോമൻസ്. ഞാൻ ഒരിക്കലും പൊടുമപ്പുറയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല.
ജോണി ഒരു പാട്ട് പാടി കഴിഞ്ഞാൽ ഇതുകൊണ്ട് തീർന്നെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിനേക്കാൾ വളരെ ഭയങ്കരമായ ഒരു ഡാൻസ് അവർ ഭാര്യയും ഭർത്താവിലൂടെ സ്റ്റേജിൽ അവതരിപ്പിച്ചു. മാത്രമല്ല ഒന്നിനൊന്ന് എല്ലാ പ്രോഗ്രാമുകളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. ഈ പ്രോഗ്രാം അവതരിപ്പിച്ച എല്ലാവരോടുമുള്ള അസോസിയേഷന്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. കൈഡിച്ച എല്ലാവർക്കും വേണ്ടി കൈഡിച്ചു. പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞാൽ ഒരുപാട് പേരുകൾ പറയണം. ഞാൻ ഏതാണ്ട് എൻ്റെ സെൽഫോണിൽ ഞാൻ എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 12 പ്രോഗ്രാമുകൾ നമ്മൾ അവതരിപ്പിച്ചു. അതിൽ ഒരുപാട് ആൾക്കാർ പങ്കെടുപ്പിച്ചു. വളരെ മനോഹരമായ പ്രോഗ്രാം അവതരിപ്പിച്ച എല്ലാ കലാകാരന്മാരും കലാകാരികളും ഇവിടെ അല്ലാത്തവരാരും ഞാൻ കണ്ടില്ലേ. ഒരുപാട് പ്രയത്നങ്ങൾ കൊണ്ട് സ്റ്റേജിൽ അവതരിപ്പിച്ച കലാകാരന്മാർക്കും കലാകാരികൾക്കുമുള്ള അസോസിയേഷന്റെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ അതിന് MC ആയിട്ട് നിൽക്കാനായിട്ട് വളരെ ശേഷിയുള്ള 2 പേരുണ്ടായിരുന്നു. ഇവിടെ എവലിൻ സെലസ്റ്റിനും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അവരുടെ ഇന്നത്തെ പ്രോഗ്രാം നടക്കുന്നത്. ഒരു പ്രാർത്ഥനയോടുകൂടി അവർ ആരംഭിച്ചു. ആ പ്രാർത്ഥന അവർ തന്നെ ചൊല്ലി വളരെ സന്തോഷകരമായി നമ്മളെ ഈ പ്രോഗ്രാമിലേക്ക് അവർ കൊണ്ടുപോയി. ഒരു പ്രാർത്ഥനയോട് ഒരു മനസ്സോടുകൂടി നമ്മളെ കൊണ്ടുപോയി. എന്നിട്ട് ആ പ്രോഗ്രാമിൽ ത്രൂ ഔട്ട് ഒരു ബോറടി പോലും ഇല്ലാതെ ആ പ്രോഗ്രാം ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ട് they conducted the program very well. And they had the entertainment in between. When there was a technical problem, they designed the program to make it entertaining for the audience. So thank you Evelyn and Celestine for the wonderful MCing tonight. Okay, ഞാൻ എൻ്റെ പ്രസംഗം എഴുതുന്നില്ല, പറയാൻ ഒരുപാടുണ്ട്. ഓക്കെ, നമ്മുടെ സൗണ്ട് സിസ്റ്റം ഇവിടെ നമുക്ക് എല്ലാവർക്കും പ്രോഗ്രാം കേൾക്കണമെങ്കിലും കാണണമെങ്കിലും സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന വരുണൻ താങ്ക് യു വെരി മച്ച് ഫോർ ഓപ്പറേറ്റിംഗ് ദ മൈക്രോഫോൺ. പിന്നെ സനാതന മന്ദിരം പറഞ്ഞ ഈ ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് പൂർണ്ണതയിൽ വളരെ റേറായിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലേ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഹിന്ദു സംഘടനകളുടെ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഇവിടെ ആരംഭിച്ച് ഒരുപാട് കമ്മ്യൂണിറ്റി സപ്പോർട്ടോടുകൂടി ഉയർന്നു വന്ന ഈ പ്രസ്ഥാനം ഇന്ന് ഒരുപാട് ആളുകൾക്ക് വളരെ പ്രയോജനകരമായ ഒരു സംവിധാനമായി മാറിയിരിക്കുകയാണ്. മലയാളികൾക്ക് ഓണാഘോഷ പരിപാടിക്ക് ഇവിടെ വരുവാനും ഇത്തരം വിശാലമായ ഒരു സംവിധാനം നമുക്ക് ഉപയോഗിക്കാനും നമ്മളെ അനുവദിച്ച സനാതന മന്ദിരത്തിന്റെ എല്ലാ ഭാരവാഹികളോടുമുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷകരമായ ഓണം ആശംസിച്ചുകൊണ്ട് ഓണത്തിന്റെ ദിവസങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഒരുപാട് ഓണങ്ങൾ കിടപ്പുണ്ട്, നാട്ടിൽ ഓണമായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വീണ്ടും തുടർന്നുള്ള ഓണാഘോഷത്തിന്റെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ദിവസങ്ങളാവട്ടെ ഈ ഓണം മെസ്സേജോട് കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അതോട് സഹോദര്യത്തോടെ ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much, Jacob Uncle. And once again, we want to thank everyone who helped organize tonight's celebration, and everyone who performed, and everyone who participated, and everyone who helped behind the scenes. And of course, thank you to everyone who came here tonight and made the celebration what it is. Onam is really about coming together. It is always nice to see everyone here celebrating together. Thank you for all being a part of it, and